ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏതു ദിശയിലേക്കാണ് നാം പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്ന നെഹ്റുവിന്റെ വിധിയുമായുള്ള മുഖാമുഖം എന്ന പുസ്തകത്തിലെ വരികൾ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ കന്നി ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിൽ വി ഡി സതീശൻ മന്ത്രിസഭയുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെട്ടത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ആ വാക്കുകളുടെ ആഴം. കാരണം ₹1 അധിക നികുതിയോ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുവ കുറച്ചുകൊണ്ടുള്ള ജനപ്രിയ തീരുമാനങ്ങളോ സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളോ ഇല്ലാത്തൊരു ബജറ്റ്. ധവളപത്രം മുന്നോട്ട് വച്ച സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ സമഗ്ര പദ്ധതിയായ മിഷൻ സമുദ്ര ഉൾപ്പെടെ കൂറ്റൻ പദ്ധതികൾ പ്രഖ്യാപിച്ചും സ്വകാര്യ ധനശേഖരണം ലക്ഷ്യമിട്ടുമുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഒടുവിൽ ഒരു മറയുമില്ലാതെ ബജറ്റിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു വച്ചത് ഡീകോഡ് ചെയ്തെടുത്താൽ അതിങ്ങനെയാണ്: കയ്യിൽ നയാ പൈസ ഇല്ല, സ്വകാര്യ പങ്കാളിത്തം തന്നെ ശരണം. ബജറ്റിലെ പ്രഖ്യാപനങ്ങളും പ്രതിപക്ഷ പ്രതികരണങ്ങളും തന്നെയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തമില്ലാതെ കേരളത്തിൽ വികസനമെത്തില്ലേ? വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ് മിഷൻ സമുദ്ര എന്ന പേരിൽ ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട പ്രധാന പദ്ധതി. കേരളത്തെ തുറമുഖ നഗരമാക്കി റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപ്രധാനമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കോണമിക് കോറിഡോർ സൃഷ്ടിക്കാൻ ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷത്തിന്റെ പരിരക്ഷ ലഭിക്കും. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വിലയിരുത്തി. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്കായി 600 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരളം സെൽ, ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, ആഗോള തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യ സ്ഥാനമാക്കി മാറ്റാനും വിദേശത്തെ ലെഗസി യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട കേരള നോളജ് വാലി തുടങ്ങി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ ഒന്നിനൊന്നു മെച്ചമാണ്. എന്നാൽ ഈ വമ്പൻ പദ്ധതികൾക്ക് കാര്യമായി ഫണ്ട് നീക്കി വച്ചിട്ടില്ല എന്നത് പദ്ധതികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. പദ്ധതികൾ തുടർ പദ്ധതികളാണെന്നും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായുള്ള തുക മാത്രമേ ബജറ്റിലുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണുണ്ടായതെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നത്. 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. 1.69 ലക്ഷം കോടി റവന്യൂ വരവും 2.05 ലക്ഷം കോടി റവന്യൂ ചെലവും 30,355 കോടി റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപയാണ്. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ആനുകൂല്യവും പുനഃസ്ഥാപിക്കലും നടപ്പാക്കിയാൽ ഇതിലും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്കുമേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാതെ നിലവിലെ നികുതി സംവിധാനം കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പണമില്ല, നികുതിയായി പിരിക്കാനുമാകില്ല. പദ്ധതികൾക്കാണെങ്കിൽ ഒരു പഞ്ഞവുമില്ല. അവ യാഥാർത്ഥ്യമാക്കാൻ മുന്നിലുള്ള ഒരേ ഒരു വഴി സ്വകാര്യ പങ്കാളിത്തമാണ്. ഈ നയം ഈ ബജറ്റിൽ ഉടനീളം കാണാമായിരുന്നു. തുറമുഖ വികസനം, റയർ എർത്ത് കോറിഡോർ, വൺ കേരള കരുതൽ മിഷൻ, ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്, ഇൻവെസ്റ്റ് കേരളം സെൽ, ലാൻഡ് മാനേജ്മെന്റ് നയം, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, ഉന്നത വിദ്യാഭ്യാസ മേഖല, സ്പേസ് ഇക്കോണമി, വ്യവസായ സൗഹൃദമാക്കാനുള്ള പദ്ധതികൾക്ക് ഭൂമി എന്നിവ സ്വകാര്യ പങ്കാളിത്തം ഉദ്ദേശിച്ചുള്ളവയോ അവർക്ക് സഹായകമായി നിർമ്മിക്കപ്പെട്ടവയോ ആണ്. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിട്ട് സ്വകാര്യവൽക്കരിക്കുന്ന നടപടികളൊന്നും തന്നെ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുമില്ല.
വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചഭൂമി ഒരുമിച്ച് കൂട്ടി ലാൻഡ് ബാങ്ക് രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കൊണ്ടുവരുന്ന ലാൻഡ് പൂളിംഗ് ഫ്രെയിം വർക്കും ഭൂമി പരിവർത്തന പ്രക്രിയകളും യഥാർത്ഥത്തിൽ വാണിജ്യ വമ്പന്മാർക്ക് കേരളത്തിന്റെ ഭൂമി യഥേഷ്ടം കൈക്കലാക്കാനുള്ള നിയമപരമായ വഴി തുറക്കലാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. മിഷൻ സമുദ്ര എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള പോർട്ട് സിറ്റി പദ്ധതിക്കായി 400 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിനൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്ലൂ ഇക്കോണമി നയങ്ങളെ അതേപടി പകർത്തിക്കൊണ്ട് ആലപ്പുഴയെ ബ്ലൂ ഇക്കോണമിയുടെ തലസ്ഥാനമാക്കാൻ UDF സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കരിമണൽ ഖനന മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ വിലയേറിയ ധാതു സമ്പത്ത് വൻകിട കമ്പനികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു. UDF സർക്കാരിന്റെ സ്വകാര്യ പങ്കാളിത്ത നയം യാതൊരു മറയും കൂടാതെ മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് അവതരണത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപം വേണ്ട എന്നാണ് നിലപാടെങ്കിൽ കേരളം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തുറമുഖ പദ്ധതിക്ക് മുടക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ആ പദ്ധതി മാത്രമല്ല, ഒട്ടുമിക്ക പദ്ധതികളുടെയും അവസ്ഥ ഇതാണ്. സ്വകാര്യ പങ്കാളിത്തം വേണമെന്നു തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നയം. കേരളത്തിലും ആ നയം തുടരും. മുതൽ മുടക്കുന്നതിൽ സർക്കാരിന് പരിമിതിയുണ്ട്. മിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണ്. കരാർ നിയമനങ്ങളല്ലാതെ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാനില്ല. ഈ അവസ്ഥ മാറണം. സ്വകാര്യ പങ്കാളിത്തം പാടില്ലെന്നത് 25 കൊല്ലം മുൻപത്തെ കേരളത്തെ പിറകോട്ടടിപ്പിച്ച തീരുമാനമാണ്. ഇനിയും ആ നയം തുടരാനാവില്ലെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന അനവധി പദ്ധതികൾ മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബജറ്റിലുണ്ട്. ജീവനക്കാർക്ക് വേണ്ടിയുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കിയ ധീരമായ നടപടികളും ഈ ബജറ്റിൽ നമ്മൾ കണ്ടു. അതേസമയം സാധാരണക്കാർക്ക് അധികം ഭാരമേൽപ്പിക്കാത്ത ദീർഘകാല പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ ഭൂരിഭാഗവും. ഒട്ടേറെ മികച്ച പദ്ധതികളും തീരുമാനങ്ങളും ഈ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവ യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയാണ് സർക്കാരിൽ നിന്നും ഇനിയുണ്ടാകേണ്ടത്. അതേസമയം തന്നെ സ്വകാര്യ പങ്കാളിത്തം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാകാതെ നോക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ പേരിൽ ജനം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഭരണകൂടത്തിനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്ന നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.